ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു അസ്ത്രമാണ്. അതിനായിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 1/2 കിലോ ചേന, 1/2 കിലോ ചീമച്ചേമ്പ്, 1 കിലോ കാച്ചിൽ. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാം. അസ്ത്രത്തിന് വേണ്ടി നമുക്ക് തേങ്ങ റെഡിയാക്കാം. ഇതിൽ അരമുറി തേങ്ങ നമുക്ക് തിരുമ്മിയെടുക്കാം. നമുക്ക് നല്ലപോലെ വെള്ളത്തിൽ ഇത് കഴുകി വാരിയെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് പരുവത്തിന് വെള്ളം ചേർക്കാം. ഇത് നികക്കെ വെള്ളം ഒഴിക്കുക, അത് വേവാനുള്ള പരുവത്തിന്. ഇത്രയും വെള്ളം നമുക്ക് ചേർക്കാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ അല്പം മുളക് പൊടി, പരുവത്തിന് ഉപ്പും ചേർക്കാം. നമുക്ക് ഒരു പരുവത്തിന് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. അല്പം കറിവേപ്പിലയൂടെ ചേർത്ത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേവാൻ വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയുള്ള പുളി നമുക്ക് തയ്യാറാക്കാം. ഒരു ബൗളിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കുതിരാൻ വയ്ക്കാം. ഞെരടി വെച്ച് അത് പെട്ടെന്നൊന്ന് കുതിരും. നമ്മുടെ അസ്ത്രത്തിനുള്ള കൂട്ട് തയ്യാറാക്കാൻ പോവുകയാണ്. ഞാൻ അസ്ത്രത്തിൽ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും അല്പം കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ആ മുളക് പൊടി, ജീരകം ഞാൻ ഉണക്കി പൊടിച്ചതാണ് വെയിലത്ത്. അങ്ങനെ ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, പരുവത്തിന് തേങ്ങ, ഇതെല്ലാം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ കല്ലിലാണ് അരയ്ക്കുന്നത്. ആദ്യം തേങ്ങ അരച്ച് എടുക്കാം. നമ്മുടെ കല്ലിൽ അരച്ച് എടുക്കുന്ന ഏതൊരു കൂട്ടാനും കറിക്കും അതിൻ്റേതായ ടേസ്റ്റ് കൂടുതലാണ്. പഴയ ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ നല്ലൊരു വ്യായാമം കൂടിയാണ്. തേങ്ങ അരഞ്ഞ ഒരു സൈഡിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ചെറിയ ഉള്ളിയും ജീരകവും മുളക് പൊടിയും കൂടെ ചതച്ച് കറിവേപ്പിലയും ചേർത്ത് ചതച്ച് നമുക്ക് എടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. നമുക്കിനി പുളി ചേർക്കാം. നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് നല്ലവണ്ണം അതിനകത്തോട്ട് കഴുകി ചേർക്കാം. ഇനി പുളി ഉപ്പും പരുവത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം. ഉപ്പ് അല്പം കൂടെ ചേർക്കണം. നമുക്ക് ഉപ്പ് അല്പം ചേർക്കാം. ഉപ്പ് കുറവുണ്ട്. നമ്മുടെ അസ്ത്രത്തിൻ്റെ കൂട്ടുകളെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അല്പം ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേന് നമുക്ക് ഇത് കടു വറക്കാനുള്ളതൊന്ന് തയ്യാറാക്കാം. നമ്മൾ ഇതിൻ്റെ കൂടെ 2 മണി ജീരകം കൂടി ഇടുന്നുണ്ട്. നമുക്ക് കടു ചേർക്കാം. അസ്ത്രം റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ പഴയ ആൾക്കാർക്കൊക്കെ, അപ്പൂപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ്. നമുക്ക് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം വീണ്ടും അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.